ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച പാട് ആദ്യം കുറച്ച് വെള്ളം കുടിക്കും. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇനി നേരെ വർക്കൗട്ട് നടക്കുന്നു. ഇത്രയും ദിവസത്തിൽ ചില ദിവസം ബീച്ചിലേക്ക് ഓടും, ചില ദിവസം നടക്കും, പിന്നെ ബീച്ചിൽ നിന്നാണ് ഓടൽ. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2.5-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ബീച്ചിലേക്ക്. അപ്പോൾ അത് നടക്കലാണല്ലോ. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. അങ്ങനെ 3 കിലോമീറ്റർ നടന്ന് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാപ്പാട് ബീച്ചിന്റെ. നിങ്ങൾ പോകുന്നത് ട്രാക്ക് മാറ്റി. താൻ എന്താ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോന്ന് അറിയാൻ. അങ്ങനെ നടന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വർക്കൗട്ടൊക്കെ ഇവിടുന്നാണ് ചെയ്യാനെല്ലാം കാണിച്ചു തരാം. ഇവനാണ് ആവശ്യത്തിലേറെ പ്രോത്സാഹനം തരുന്ന മറ്റൊരു കൂട്ടുകാരൻ. ആവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവനാണ് യഥാർത്ഥ സുഹൃത്ത്. നല്ല ശിവാണ്. നമ്മളെ പുതിയ പാടിന ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ അത്ര ഇല്ല. ഇനി നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വരട്ടെ. ബേസ് വർക്കൗട്ട്സാണ് ഇതൊക്കെ. ബൈസെപ്സുകൾ ഓൺ ബാർ. സോഫ്റ്റ് ആൻഡ് സിറ്റിംഗ് ഭരദ്വാജ്. ഗൈസ്, അടുത്തായിട്ട് കാലിസ്റ്റനിക്സ് ബേസ് വർക്കൗട്ടായ ബട്ടർഫ്ലൈ സ്റ്റാൻഡാണ്. 2ാം സെറ്റ് അടിക്കും. അപ്പോൾ ഡെയിലി ഞങ്ങൾ മസിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ മസിൽ പ്രാക്ടീസ് എങ്ങനെ കാണിച്ചു തരാം. ചാലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ മോർണിംഗ് റുട്ടീൻ വർക്കൗട്ട് ഓറയുണ്ട്. അപ്പോൾ മോർണിംഗ് വർക്കൗട്ടും മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ 75 ടൈമിൽ വായിച്ച കുറച്ച് ബുക്കുകളുണ്ട്, അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച്. ഇത് ഫസ്റ്റ് ജോസഫ് അന്നൻകുട്ടി ജോസിൻ്റെ സ്നേഹം ഭ്രാന്ത് പറഞ്ഞ ബുക്കാണ് വായിച്ചത്. രണ്ടാമതായിട്ട് ഞാൻ വായിച്ച ബുക്കാണ് അഖിൽ ടി ധർമ്മജിൻ്റെ റാം കെയർ ഓഫ് ആൻ പറഞ്ഞ ബുക്ക്. ഇതൊരു സിനിമ കണ്ടുപോകുന്നവർ വായിക്കാൻ വരുന്നൊരു ബുക്കാണ്. അപ്പോൾ ഇത് വായിച്ചൊക്കെ കുറച്ച് സമയം എടുത്തിങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചതാണ് തേർഡ് വായിച്ച ബുക്കാണ് MT വാസുദേവൻ മഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഇക്കിഗായ്, ഹെക്ടർ ഗ്രാസിയസിൻ്റെ ഫ്രാൻസിസ് മിറാഗസിൻ്റെ ഇക്കിഗായ് എന്ന ബുക്ക്. ദി ജപ്പാനീസ് ലോങ് ലൈഫ് ആൻഡ് ഹാപ്പിനെസ്, സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ഈ ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോട്ടിവേഷനാണ്. നമ്മൾ ലൈഫ് വരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ടൈമിൽ ഞാൻ വായിച്ച കുറച്ച് ബുക്കുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. വായന പണ്ടേ ഉണ്ട്, കുറച്ച് ബുക്കൊക്കെ ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കുകളൊന്നാണ് ജോസഫിൻ്റെ സ്നേഹം കമം ഭ്രാന്ത് പറഞ്ഞ ബുക്ക്. നല്ലൊരു ബുക്കാണിത്. കുറേ ആൾക്കാരെ കഥകൾ പറയുന്ന നല്ലൊരു ബുക്കാണ്. അതിന് മുന്നേ ഞാൻ 75 ആടലിന് മുന്നേ വായിച്ച കുറച്ച് ബുക്കുകൾ, ഒന്ന് ജോസഫിൻ്റെ ദൈവത്തിൻ്റെ ചാരം എന്ന് പറഞ്ഞ ബുക്ക്. ഇതും അടിപൊളി ബുക്കാണ്. ഇതൊക്കെ വായിച്ചിരിക്കേണ്ട ബുക്കുകളാണ്. പിന്നെ എനിക്കിനി ഒന്ന് വായിക്കണം ആഗ്രഹമുള്ള ബുക്ക് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കാണ്. അത് കിട്ടും, വായിക്കും. അപ്പോൾ കാർ സർവീസ് നടത്തുന്ന ഫോർഡ്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി എടുക്കാൻ പോവാണ്. ദിസ് ഈസ് അർജുൻ ബട്ടറമ്പത്ത്, വൺ ഓഫ് മൈ ഫ്രണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് കാർ എടുത്തിട്ട് കാണാം. സർവീസ് സെൻറ്ററിൽ നല്ല ലേഗാണ്. വി ആർ പോസ്റ്റ് ഹിയർ.
അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ. എനിക്ക് തൃശ്ശൂർ സൂര്യൻ കാത്തി തൃശ്ശൂർ ഞാൻ ഇനി എടുക്കുക. കുറേ നേരം വന്നിട്ട് വണ്ടി ഇപ്പം അങ്ങോട്ട് മരണമാർത്തിക്കു മുന്നിൽ പണം പോട്ടെ, പവർ വരട്ടെ ജനന മധു തൊട്ടെ, ഒടുന്നതിനു പുറകെ പണം പോട്ടെ, പവർ വരട്ടെ വരട്ടെ ഞാൻ തോട്ടെ. വണ്ടിയൊക്കെ കിട്ടി ഗൈസ്. പൈസ പോയ പയ്യാറിനില്ല. ലോട്ട് ഓഫ് എമൗണ്ട് അത് ഗോൺ ഗൈസ്. നമ്മൾ വണ്ടി പോയൊക്കെ എടുത്ത് വന്നിട്ട് ഒരു ഷേക്ക് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഷേക്ക് പോയൊരു ഗൈസ് ഞങ്ങൾ വെയിറ്റിംഗിലാണ്. എടാ മണവണാച്ച, നിനക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലൈഫിൽ? എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? പറ. ലക്ഷ്യം ഒരു കല്യാണം ആഗ്രഹിക്കണം. ഞാനും അവളും കുട്ടികളും. എന്ത് രസമായിരിക്കും അല്ലേ? ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കും ഇവനൊരു ഷവർമയും ഒരു ബട്ടർ ഷേക്കും. കാര്യം കഴിഞ്ഞു. ഇവന് വർക്കൗണ്ട് പോയത് ഇപ്പോൾ ജിമ്മിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ജിമ്മിൽ. എൻ്റെ അമ്മ സിക്സ് പാക്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഏറ്റവും കടി കണ്ടില്ലേ? ഇതുപോലൊരു ബോയ് ഫ്രണ്ട് കിട്ടിയിരുന്നെങ്കിൽ പൊളിക്കൂല്ലേ? ജിമ്മി പോണ്ട എനിക്ക്. അയ്യോ ജിമ്മി പോണം. പിന്നെ ഒരു ഷോൾഡറാണ് വേണ്ടി വാങ്ങാൻ തുടങ്ങി. കുറച്ച് ഷോൾഡറാണ് വേണ്ടി. നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് 75 ആണ് ഓവറായിട്ട്. 2.5 മാസത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.